ബി.ജെ.പിക്കെതിരെ ദീപിക ദിനപത്രത്തിൽ മുഖപ്രസംഗം. രാജ്യത്തെ ക്രൈസ്തവർക്കെതിരായ പീഡനങ്ങളോട് ബി.ജെ.പി അരുതെന്ന് പറയുന്നില്ല എന്ന ലേഖനം. കേരളത്തിലെ ക്രൈസ്തവരെ കൂടെ കൂട്ടാൻ പദ്ധതിയിടുന്നത് ഇരട്ടത്താപ്പാണ്. ഒഡീഷയിലും മഹാരാഷ്ട്രയിലും പീഡനങ്ങൾക്ക് ബി.ജെ.പി ഒത്താശ ചെയ്യുന്നു എന്നും ലേഖനം കുറ്റപ്പെടുത്തുന്നു. വിവരങ്ങളുമായി പ്രശാന്ത് ജോസഫ് കോട്ടയത്ത് നിന്ന് ചേരുകയാണ്. പ്രശാന്ത്, ഈ സൂചിപ്പിച്ചതുപോലെ തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ ഇത്തരത്തിലൊരു ലേഖനം ദീപികയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുകയാണ്. ബി.ജെ.പി ക്രൈസ്തവരെ ലക്ഷ്യമിട്ടുകൊണ്ട്, അവരുടെ വോട്ട് ബാങ്കുകൾ ലക്ഷ്യമിട്ടുകൊണ്ട് മാത്രമാണ് പ്രവർത്തിക്കുന്നത് എന്ന തരത്തിലുള്ളൊരു കുറ്റപ്പെടുത്തലാണ് ദീപിക മുഖപ്രസംഗത്തിൽ ഉണ്ടായിരിക്കുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? ശ്രീജ, തീർച്ചയായും ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും അതേപോലെ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലും കേരളത്തിൽ വലിയ നേട്ടമുണ്ടാക്കുമെന്ന് ബി.ജെ.പി അവകാശപ്പെടുകയും അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് ബി.ജെ.പിയുടെ ഈ ന്യൂനപക്ഷ വിരുദ്ധതയെ തുറന്നുകാട്ടി ദീപിക മുഖപ്രസംഗം പുറത്തു വന്നിരിക്കുന്നത്. ഇത് ഒരേ സമയം വേട്ടക്കാരനെ കൈയടിക്കുകയും ഒപ്പം ഇരയെ തലോടുകയും ചെയ്യുന്നതാണ് ബി.ജെ.പിയുടെ സമീപനമെന്നാണ് ബി.ജെ.പി പ്രസംഗത്തിന്റെ തലക്കെട്ടായി തന്നെ സൂചിപ്പിക്കുന്നത്. വടക്കേന്ത്യയിലടക്കം വിവിധ സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവർക്ക് നേരെ വലിയ തരത്തിലുള്ള ആക്രമണങ്ങൾ നടക്കുകയും പള്ളികൾ തകർക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ കേരളത്തിൽ സഭ ആസ്ഥാനങ്ങൾ കയറി ഇറങ്ങി സഭയുടെ വിവിധ ക്രൈസ്തവ സമുദായങ്ങളുടെ ആസ്ഥാനങ്ങൾ കയറി ഇറങ്ങി ബി.ജെ.പി അവരെ കൂടെ കൂട്ടാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. ഇത് ഇരട്ടത്താപ്പാണെന്ന് പറഞ്ഞു വെക്കുകയാണ് ദീപികയുടെ മുഖപ്രസംഗത്തിൽ. അതേപോലെ തന്നെ മുൻകാലങ്ങളിൽ ഈ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം രാജ്യത്താകമാനം ക്രൈസ്തവർക്ക് നേരെ ഉണ്ടായ അതിക്രമങ്ങളെ തുറന്നു കാട്ടുകയും ചെയ്യുന്നു. 2014 മുതൽ 2024 വരെ ക്രൈസ്തവർക്കെതിരെ രാജ്യത്ത് 4316 അക്രമ സംഭവങ്ങൾ ഉണ്ടായെന്ന് യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറത്തിന്റെ റിപ്പോർട്ടിനെ ഉദ്ധരിച്ചുകൊണ്ട് ദീപിക പറയുന്നു. 2024 മാത്രം 834 ആക്രമണങ്ങൾ ഉണ്ടാവുകയും നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലെത്തിയ 2014 127 ആയിരുന്നുവെന്നും പറഞ്ഞു വെക്കുന്നു. കഴിഞ്ഞ ഓഗസ്റ്റിലെ ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ടും ഇതിന്റെ ഭാഗമായി ഇവർ തെളിവായി ഉയർത്തിക്കാട്ടുന്നു. ഉത്തർപ്രദേശിൽ മാത്രം 2020 നവംബർ മുതൽ 2024 ജൂലൈ വരെ 30 മതപരിവർത്തനം ആരോപിച്ച പോലീസ് 835-ലധികം FIR-കൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും 1682 പേർ അറസ്റ്റിലായി എന്നും പറയുന്നു. അതേപോലെ തന്നെ മതപരിവർത്തന നിരോധന നിയമത്തിന്റെ ദുരുപയോഗത്തിന്റെ തെളിവാണ് ഇതെന്നും ആണ് ദീപിക ആരോപിക്കുന്നത്. ഇപ്പോൾ മഹാരാഷ്ട്രയിൽ പുതുതായി ഒരു മത പരിവർത്തന നിരോധന നിയമം കൂടുതൽ ശക്തമാക്കാനുള്ള ഒരു നീക്കം, അതിന്റെ ഭാഗമായി ഈ കഴിഞ്ഞ നാളുകളിൽ ഉണ്ടായ വിവിധ സംഭവ വികാസങ്ങളെയും ദീപിക ഇതിൽ വിമർശിക്കുന്നു. മതപരിവർത്തനമല്ല, സേവന പ്രവർത്തനങ്ങൾ, സാമൂഹിക സേവനം സഭ നടത്തുന്നതിനെയാണ് മതപരിവർത്തനമെന്ന് ആരോപിച്ചുകൊണ്ട് ബി.ജെ.പി അടക്കമുള്ള സംഘപരിവാറുകൾ ആക്രമിക്കുകയും പള്ളികൾ തകർക്കുകയും ക്രൈസ്തവർക്കും മിഷണറിമാർക്കും അതേപോലെയുള്ള സന്യസ്തർക്കുമൊക്കെ എതിരെ അതിക്രമങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നത്. ഇത്തരം പ്രവർത്തനങ്ങളെ ഒന്നും ബി.ജെ.പി നേതൃത്വം തള്ളിപ്പറയാനോ അല്ലെങ്കിൽ ഇതിനെ തടയിടാനോ ഒരു തരത്തിലുള്ള ഒരു ശ്രമങ്ങളും ബി.ജെ.പിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല. അതേസമയം കേരളത്തിൽ 2026 അധികാരം പിടിക്കുമെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ക്രൈസ്തവരെ ഒപ്പം കൂട്ടുന്നു. ഇത്തരം നീക്കങ്ങൾ അംഗീകരിക്കാനാവില്ല. അതേസമയം ക്രൈസ്തവർക്ക് നേരെയുള്ള ആക്രമിക്കുകയും പള്ളികൾ തകർക്കുകയും ചെയ്യുന്നവർക്ക് പാരിതോഷികം പ്രഖ്യാപിക്കുകയും അതേസമയം കേരളത്തിൽ ക്രൈസ്തവരെ ഒപ്പം നിർത്തിക്കൊണ്ട് അവരെ വോട്ട് ബാങ്കായി കണ്ടുകൊണ്ട് അധികാരം പിടിച്ചെടുക്കുവാനുള്ള നീക്കങ്ങളുമാണ് നടക്കുന്നത്. ഈ ഇരട്ടത്താപ്പ് അവസാനിപ്പിക്കണമെന്നും ന്യൂനപക്ഷങ്ങളോടുള്ള ബി.ജെ.പിയുടെ സമീപനത്തിൽ വ്യക്തത വരുത്തണമെന്നുമാണ് ദീപികയുടെ മുഖപ്രസംഗത്തിൽ പറയുന്നത്. ശ്രീജ.